BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. രാജ്യത്തിന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കുമായി ജനങ്ങളുടെ അർപ്പണബോധവും ദൃഢനിശ്ചയവും അഭിമാനകരമാണെന്ന് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ഹുദൈബിയ പാലസിൽ അന്താരാഷ്ട്ര എനർജി ഫോം ജനറൽ സെക്രട്ടറി ജാസിം ഷിറാവിയെ സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ ഭരണാധികാരത്തിൽ രാജ്യം കൈവരിച്ച നേട്ടം അസൂയാർഹമാണ്. ജനങ്ങളുടെ കലവറയില്ലാത്ത പിന്തുണയും അവരുടെ അർപ്പണബോധവുമാണ് ഇത്തരമൊരു വളർച്ചയ്ക്ക് അടിസ്ഥാനമായി വർത്തിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിവിധ മേഖലകളിൽ വളർച്ച കൈവരിക്കുന്നതിന് അന്താരാഷ്ട്ര വേദികളുടെയും സംഘടനകളുടെയും സഹകരണവും അദ്ദേഹം എടുത്തു പറഞ്ഞു. പുതുതായി അന്താരാഷ്ട്ര എനർജി ഫോറം സെക്രട്ടറി ജനറലായി തെരഞ്ഞെടുക്കപ്പെട്ട ജാസിം ഷിറാവിക്കും അദ്ദേഹം അനുമോദനങ്ങൾ നേർന്നു. ഏൽപ്പിക്കപ്പെട്ട ചുമതല ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു. കൂടിക്കാഴ്ചയിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ, ധനകാര്യമന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ അൽ ഖലീഫ, എണ്ണ പ്രകൃതിവാതക കാര്യമന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ മുബാറക് ബിൻ ദൈന എന്നിവരും സന്നിഹിതരായിരുന്നു. തീപിടുത്തം കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മൊഹറക് മുനിസിപ്പൽ കൗൺസിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. സുരക്ഷാ മുൻകരുതലുകളെക്കുറിച്ചും തീപിടുത്തമുണ്ടായാൽ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും സിവിൽ ഡിഫൻസ് വിഭാഗം വിശദീകരിച്ചു. മൊഹറക് പോലീസ്, സിവിൽ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ്, വൈദ്യുതി ജല അതോറിറ്റി, മൊഹറക് മുനിസിപ്പാലിറ്റി എന്നിവയുമായി സഹകരിച്ചായിരുന്നു പരിപാടി. ചൂട് വർദ്ധിച്ച പശ്ചാത്തലത്തിൽ തീപിടുത്തം വർദ്ധിച്ചതിനാലാണ് ഇത്തരമൊരു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചതെന്നും ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി. ഇതിന്റെ ഭാഗമായി വിവിധ കടകളിലും സ്ഥാപനങ്ങളിലും സംഘമെത്തി വയറിംഗ്, സുരക്ഷാ സംവിധാനങ്ങൾ തുടങ്ങിയവ പരിശോധിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ആദ്യ ദിനം മറാദിലാണ് ബോധവൽക്കരണം സംഘടിപ്പിച്ചത്. പലസ്തീൻ മുൻ പ്രധാനമന്ത്രിയും ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ തലവനുമായ ഇസ്മയിൽ ഹനിയുടെ കൊലപാതകത്തിൽ അനുശോചനം അറിയിച്ച ബഹ്റൈനിൽ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന് അനുശോചന സന്ദേശം അയച്ചു. പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനെയും പലസ്തീൻ ജനതയെയും അദ്ദേഹം തന്റെ ആത്മാർത്ഥമായ അനുശോചനം അറിയിച്ചു. ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും ദ്വിരാഷ്ട്ര പരിഹാരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കുന്നതിനും പലസ്തീൻ ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രാധാന്യവും അദ്ദേഹം ഊന്നി പറഞ്ഞു. IYCC ബഹ്റൈൻ മെഡിക്കൽ ഹെൽപ്പിന്റെ ഭാഗമായി ഉമ്മൻചാണ്ടി സ്മാരക വീൽചെയർ വിതരണ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം BMC ഗ്ലോബൽ ഓഡിറ്റോറിയം ഹാളിൽ നടന്ന പരിപാടിയിൽ ബഹ്റൈൻ പാർലമെന്റ് അംഗം മുഹമ്മദ് അൽ ജന്നാഹി നിർവഹിച്ചു. അദ്ദേഹം പോസ്റ്റർ പ്രകാശനവും നിർവഹിച്ചു. ആദ്യ വീൽചെയർ ഹമദ് ടൗൺ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി ഏരിയ പ്രസിഡന്റ് TP വിജയൻ, ദേശീയ ചാരിറ്റി വിംഗ് കൺവീനർ സലീം അബു താലിബിൽ നിന്ന് ഏറ്റുവാങ്ങി. ബഹ്റൈൻ പ്രവാസികളായ രോഗികളായവർക്ക് താൽക്കാലിക ഉപയോഗത്തിന് നൽകുന്നതിന് വേണ്ടി സംഘടനയുടെ 9 ഏരിയകളിലും വീൽചെയർ വാങ്ങി സൂക്ഷിക്കുന്നതാണ് പദ്ധതി. സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു. വീൽചെയർ ആവശ്യമായി വരുന്നവർ IYCC ബഹ്റൈൻ ഹെൽപ്പ് ഡെസ്കുമായി നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണെന്നും ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ്, ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി, ട്രഷറർ ബെൻസി ഗനിയുടെ എന്നിവർ അറിയിച്ചു. ഹെൽപ്പ് ഡെസ്ക് നമ്പർ 38285008. വയനാടിനൊപ്പം എന്ന ശീർഷകത്തിൽ KMCC ബഹ്റൈൻ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച അനുശോചനവും പ്രാർത്ഥനാ സദസ്സും ബഹ്റൈൻ പ്രവാസി സംഘടനകളുടെ ഒത്തുചേരലിന് വേദിയായി. നിരന്തരം പ്രകൃതി പ്രക്ഷോഭങ്ങൾക്ക് വിധേയമാകുന്ന കേരളത്തിൽ ഇനിയെങ്കിലും ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കാൻ പ്രകൃതിയെ പ്രഹരിക്കുന്ന നിർമ്മിതമായ പ്രവർത്തനങ്ങളിൽ സർക്കാരുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അനുശോചന സന്ദേശങ്ങളിൽ സംസാരിച്ചവർ ആവശ്യപ്പെട്ടു. സമസ്ത ബഹ്റൈൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. KMCC ആക്ടിംഗ് പ്രസിഡന്റ് അസ്ലം വടകര അധ്യക്ഷത വഹിച്ചു. കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. ACRF ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ, കേരളീയ സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ, ചെമ്പൻ ജലാൽ, ഷിബിൻ തോമസ്, കുട്ടൂസ മുണ്ടേരി, SV ജലീൽ, അസൈനാർ കളത്തിങ്കൽ, KT സലീം, അബ്ദുൾ അസീസ് അബ്ദുറഹ്മാൻ, ഹരീഷ് നായർ, ബദ്രുദ്ദീൻ പൂവാർ, അനീസ് മജീദ് തണൽ, APC അബ്ദുള്ള മൗലവി എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ഭാരവാഹികളായ KP മുസ്തഫ, AP ഫൈസൽ, റഫീഖ് തോട്ടക്കര, N അബ്ദുൾ അസീസ്, ഷഹീർ കാട്ടാമ്പിള്ളി, അഷ്റഫ് കക്കണ്ടി, ഫൈസൽ കോട്ടപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി. ഗഫൂർ കൈപ്പമംഗലം സ്വാഗതവും ഫൈസൽ കണ്ടിത്താഴ നന്ദിയും പറഞ്ഞു. ബഹ്റൈൻ യൂണിവേഴ്സിറ്റിക്ക് കാറ്റലിസ്റ്റ് പുരസ്കാരം ലഭിച്ചു. ഇത് 2ാം തവണയാണ് അന്തോളജി കമ്പനി ഏർപ്പെടുത്തിയ അവാർഡിന് യൂണിവേഴ്സിറ്റി അർഹമാകുന്നത്. IT മേഖലയിൽ പുരോഗതി കൈവരിച്ചതിനാണ് അവാർഡ്. മികവുറ്റതും സമ്പൂർണ്ണവുമായ രീതിയിൽ വിദ്യാഭ്യാസ സിസ്റ്റം ഏർപ്പെടുത്തുകയും IT സമ്മേളിപ്പിക്കുകയും ചെയ്താണ് യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങളെന്നും പുരസ്കാര നിർണയ സമിതി വിലയിരുത്തി. 9 ദിനങ്ങളിലായി 35 അവാർഡുകളാണ് മൊത്തം ഉണ്ടായിരുന്നത്.
ജോലി തേടിയെത്തിയവരെ വേശ്യാവൃത്തിക്ക് നിർബന്ധിച്ച കേസിൽ 4 സ്ത്രീകൾക്ക് 5 വർഷം തടവും കനത്ത പിഴയും വിധിച്ച ഹൈക്രിമിനൽ കോടതി. ഇരകളെ നാട്ടിലെത്തിക്കുന്നതിനുള്ള ചെലവ് പ്രതികൾ വഹിക്കണം. ശിക്ഷ അനുഭവിച്ച ശേഷം സ്ഥിരമായ പ്രതികളെ നാട് കടത്താനും കോടതി ഉത്തരവിട്ടു. ഇരകളുടെ പരാതി അനുസരിച്ചാണ് കേസെടുത്തതെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു. തങ്ങൾ നിയമാനുസൃത ജോലി തേടിയാണ് ബഹ്റൈനിലെത്തിയതെന്നും എന്നാൽ പ്രതികൾ വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കുകയായിരുന്നുവെന്നും ഇരകൾ മൊഴി നൽകി. പരാതി ലഭിച്ച ഉടൻ തന്നെ പബ്ലിക് പ്രോസിക്യൂഷൻ സമഗ്രമായ അന്വേഷണം ആരംഭിച്ചു. മനുഷ്യക്കടത്തിനെതിരായ ദേശീയ സമിതി ഇരകൾക്ക് താമസം ഒരുക്കുകയും അഭയവും പിന്തുണയും നൽകുകയും ചെയ്തു. പ്രതികളെ ചോദ്യം ചെയ്യുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പബ്ലിക് പ്രോസിക്യൂഷൻ കേസ് ക്രിമിനൽ കോടതിയിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു. ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ തീവ്രത നേരിടുന്ന വയനാട്ടിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് പൊതുമരാമത്ത് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ്. ദുരന്ത മേഖല സന്ദർശിക്കുന്നതിന് ടൂറിസ്റ്റുകളെ പോലെ എത്തുന്നവർ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുകയാണ്. ഇത്തരം വാഹനങ്ങൾ തടയേണ്ടി വരുമെന്നും മന്ത്രി വ്യക്തമാക്കി. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് വെറുതെയുള്ള സന്ദർശനവും വേണ്ട. ഇത്തരം സന്ദർശനങ്ങൾ ക്യാമ്പുകളുടെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തെയും ശുചിത്വത്തെയും ക്യാമ്പിൽ കഴിയുന്നവരുടെ സ്വകാര്യതയെയും ബാധിക്കുന്നുണ്ട്. സന്ദർശനം ഒഴിവാക്കി രക്ഷാപ്രവർത്തകരോടൊപ്പം മനസ്സു ചേർന്ന് നിൽക്കുകയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഓരോരുത്തരും ചെയ്യേണ്ടത്. രക്ഷാപ്രവർത്തകർക്കും ദുരിതബാധിതർക്കുമുള്ള ഭക്ഷണം കൃത്യമായി എത്തിക്കാൻ സർക്കാർ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്യാമ്പുകളിലേക്കും മറ്റും ഭക്ഷണവുമായി വലിയ സംഘങ്ങൾ എത്തുന്നത് ഒഴിവാക്കണമെന്നും മന്ത്രി പറഞ്ഞു. വയനാട്ടിലെ മുണ്ടക്കൈയെയും ചൂരൽമലയെയും തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 350 കവിഞ്ഞു. 365 പേർ മരിച്ചതായാണ് അനൌദ്യോഗിക വിവരം. 206 പേരെ കണ്ടെത്താനുണ്ട്. ഇവർക്കായുള്ള തിരച്ചിൽ ഇന്ന് വീണ്ടും പുനരാരംഭിക്കും. വിവിധ ഭാഗങ്ങളായി തിരിഞ്ഞാണ് മുണ്ടക്കൈയിലും ചൂരൽമലയിലും രക്ഷാപ്രവർത്തനം തുടരുന്നത്. രക്ഷാപ്രവർത്തനത്തിന്റെ 5ാം ദിനമായിരുന്നു ഇന്നലെ. ദുരന്ത മേഖലയിൽ ഇനി ആരും ജീവനോടെ അവശേഷിക്കുന്നില്ലെന്നാണ് സൈന്യത്തിന്റെ നിഗമനം. ഇന്നലെ നടത്തിയ തിരച്ചിലിൽ ചാലിയാറിൽ നിന്ന് 3 മൃതദേഹവും 13 ശരീരഭാഗങ്ങളുമാണ് കണ്ടെത്തിയത്. ഇതോടെ ഇവിടെ നിന്ന് ലഭിച്ച ആകെ 73 മൃതദേഹങ്ങളും 132 ശരീരഭാഗങ്ങളുമായി. ഇതിൽ 198 എണ്ണം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. 195 എണ്ണം വയനാട്ടിലേക്ക് കൊണ്ടുപോയി. 3 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറുകയും 3 എണ്ണം DNA ടെസ്റ്റിനായി അയക്കുകയും ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ചയോടെ പുഴയിലെ തിരച്ചിൽ അവസാനിപ്പിക്കും. ജൂലൈ 30 പുലർച്ചെ 1 മണിയോടെയാണ് മേപ്പാടിയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയുള്ള മുണ്ടക്കൈയിൽ ആദ്യം ഉരുൾപൊട്ടലുണ്ടായത്. 2:30 വീണ്ടും ഉരുൾപൊട്ടലുണ്ടായി. വെള്ളവും മണ്ണും കുത്തിയൊലിച്ച് 3 കിലോമീറ്റർ അകലെയുള്ള ചൂരൽമലയിലും കനത്ത നാശമുണ്ടാക്കുകയായിരുന്നു. തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ പനിക്ക് ചികിത്സ തേടിയ 10 വയസ്സുകാരന് മരുന്നുമാറി കുത്തിവയ്പ് നൽകിയ സംഭവത്തിൽ 2 പേർക്കെതിരെ നടപടി. സംഭവ ദിവസം രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സുമാരായ ഷിനു ചെറിയാൻ, അഭിരാമി എന്നിവർക്കെതിരെ ജില്ലാ മെഡിക്കൽ ഓഫീസറാണ് നടപടി സ്വീകരിച്ചത്. സ്റ്റാഫ് നഴ്സായ ഷിനു ചെറിയാനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയും NHM നഴ്സ് അഭിരാമിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നഴ്സിംഗ് സൂപ്രണ്ടിന് നോട്ടീസ് നൽകി. സംഭവ ദിവസം രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സിംഗ് സൂപ്രണ്ട് സ്നേഹലതയോടാണ് ആശുപത്രി സൂപ്രണ്ട് വിശദീകരണം തേടിയത്. കണ്ണമൂല സ്വദേശിയുടെ മകന് കഴിഞ്ഞ 30-ന് മരുന്നുമാറി കുത്തിവയ്പ്പെടുത്തെന്നാണ് ബന്ധുക്കളുടെ പരാതി. പ്രാഥമിക അന്വേഷണത്തിൽ ഇരുവർക്കും വീഴ്ചയുണ്ടായെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി. SIT ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നതായും അധികൃതർ അറിയിച്ചു. ക്രിട്ടിക്കൽ കെയർ വെന്റിലേറ്ററിലാണ് കുട്ടി. മുഴുവൻ സമയവും നിരീക്ഷിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. മഴ മുന്നറിയിപ്പിൽ മാറ്റം. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച വരെ സംസ്ഥാനത്ത് മഴ തുടരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. ഈ ജില്ലകളിൽ നാളെയും യെല്ലോ അലർട്ടാണ്. തിങ്കളാഴ്ച കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയുണ്ടാകുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ പെയ്ത പ്രദേശങ്ങളിലും അതീവ ജാഗ്രത വേണം. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങൾ മാറി താമസിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജലാശയങ്ങളിൽ ഇറങ്ങരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.